വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ വിൻഡ്സ് ഓഫ് ചേഞ്ച് എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സക്സസ് എന്ന പോയമാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന റൈറ്ററാണ്. അദ്ദേഹം ജനിക്കുന്നത് 27 ഫെബ്രുവരി 1807 ഹി വാസ് ആൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു, എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഹി ബിക്കെയിം എ പ്രൊഫസർ അറ്റ് ബൗഡീൻ കോളേജ് ആൻഡ് ലേറ്റർ അറ്റ് ഹാർവാർഡ് കോളേജ് ആഫ്റ്റർ സ്റ്റഡിയിങ് ഇൻ യൂറോപ്പ്. അദ്ദേഹം ബൗഡീൻ കോളേജിൽ ഒരു പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മേജർ പോയട്രി കളക്ഷൻസ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വോയിസ് ഓഫ് ദി നൈറ്റ്, അത് പബ്ലിഷ് ചെയ്യുന്നത് 1839 ആൻഡ് ബാലഡ്സ് ആൻഡ് അതർ പോയംസ് പബ്ലിഷ് ചെയ്തത് 1841. ഹി ബിക്കെയിം പെർഹാപ്സ് ദ മോസ്റ്റ് പോപ്പുലർ അമേരിക്കൻ പോയറ്റ് ഓഫ് ഹിസ് ഡേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തെ മോസ്റ്റ് പോപ്പുലർ അമേരിക്കൻ പോയറ്റായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണം 24 മാർച്ച് 1882 പോയത്തിലേക്ക് നമുക്ക് പോകാം. സക്സസ് ബൈ ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ഈ പോയത്തിൻ്റെ മെയിൻ തീം ഹാർഡ് വർക്കിലൂടെയും പെർസീവറൻസിലൂടെയും എങ്ങനെ നമുക്ക് സക്സസ്സിലേക്ക് എത്താം എന്നുള്ളതാണ്. ഈ പോയത്തിലൂടെ അദ്ദേഹം നമുക്ക് തരുന്ന മെസ്സേജ്, നമുക്ക് ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്കുള്ളത്, ആ ഉള്ളത് കൊണ്ട് എങ്ങനെ നമുക്ക് സക്സസ്സിലെത്താം എന്നതിനെക്കുറിച്ച് ഒരു മെസ്സേജാണ് ഈ പോയത്തിലൂടെ അദ്ദേഹം തരുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. We have not wings, we cannot soar, but we have feet to scale and climb. By slow degrees, by more and more, the cloudy summits of our time. ഇവിടെ പോയിട്ട് പറയാണ്, we have not wings, നമുക്ക് വിങ്സ് ഇല്ല, ചിറകുകൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ we cannot soar, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറക്കാനായിട്ട് സാധിക്കത്തില്ല. But we have feet, നമുക്ക് ചിറകുകളില്ലെങ്കിലും നമുക്ക് എന്തുണ്ട്, ഫീറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്, നമുക്ക് ക്ലൈംബ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഫീറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലൈംബ് ചെയ്യാൻ സാധിക്കും. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ. ഇപ്പോൾ ഫീറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോൾ വളരെ സാവധാനം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, കൂടുതൽ കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദ ക്ലൗഡി സമ്മിറ്റ്സ് ഓഫ് അവർ ടൈം, വളരെ സാവധാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. വളരെയധികം നേട്ടങ്ങൾ, മോർ ആൻഡ് മോർ നേട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നേടിയെടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് സ്റ്റാൻസ. The mighty pyramids of stone that wedge like cleave the desert airs, when nearer seen and better known, are but gigantic flights of stairs. ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയാണ്, നമ്മുടെ മുന്നിൽ വലിയ മൈറ്റി പിരമിഡുകൾ ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞാൽ ശക്തമായ പിരമിഡുകൾ, കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പിരമിഡുകൾ നമുക്ക് ഉണ്ടായേക്കാം. അതിനെ ഓവർകം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വന്നേക്കാം. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്. ആ മൈറ്റി പിരമിഡ്സിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. എന്തുപോലെ ഇരിക്കും, വെഡ്ജ് ലൈക്ക് ക്ലീവ് എന്ന് പറഞ്ഞാൽ വളരെ കൂർത്തിരിക്കുന്ന അറ്റങ്ങളുള്ള മൈറ്റി പിരമിഡ്സ്. ആ പിരമിഡിൻ്റെ മുകളിലൂടെ ഡെസേർട്ട് എയേഴ്സ്, മരുഭൂമിയിലെ കാറ്റുകൾ അടിക്കുമ്പോൾ ആ കാറ്റുകൾ എന്ത് ചെയ്യുകയാണ്, രണ്ടായിട്ട് കീറിപ്പോവുകയാണ്. അത്ര ശക്തമായ കൂർത്ത അറ്റമുള്ള വലിയ പിരമിഡുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, മറികടക്കേണ്ടതായിട്ടുണ്ട്. വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ. പക്ഷേ നമ്മൾ വിചാരിക്കും, ഈ പിരമിഡിനെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറികടക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ പോയിട്ട് പറയുകയാണ്, ആ മൈറ്റി പിരമിഡിനെ നമ്മളൊന്ന് അടുത്ത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ, ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു പിരമിഡല്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അത് പടവുകളാണ്, എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളാണ്, ഉയരങ്ങളിലേക്ക് എത്താനുള്ള സ്റ്റെപ്പുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോൾ, അതിനെ കൂടുതൽ അറിയുമ്പോൾ, അതിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതിയെ പതിയെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. തേർഡ് സ്റ്റാൻസ. ദ ഡിസ്റ്റന്റ് മൗണ്ടെയ്ൻസ് ദാറ്റ് അപ്പിയർ ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് സ്കൈസ് ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ ആസ് വി ടു ഹയർ ലെവൽ റൈസ്. ഇവിടെ അടുത്ത ഒരു
കമ്പാരിസൺ അദ്ദേഹം പറയുന്നത്. നമ്മുടെ മുന്നിൽ സെക്കൻഡ് സ്റ്റാൻസായി പറയുന്നു വലിയ വലിയ പിരമിഡുകളെ ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. തേർഡ് സ്റ്റാൻസായി പറയുകയാണ് ഡിസ്റ്റൻറ്റ് മൗണ്ടെയ്ൻസ്, നമുക്ക് ദൂരെ കാണാൻ കഴിയുന്ന വലിയ വലിയ മലനിരകൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ, കൊടുമുടികൾ നമ്മുടെ മുന്നിൽ ഓവർകം ചെയ്യേണ്ടതായിട്ട് ഉണ്ടായേക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് എത്തിച്ചേരേണ്ടതായിട്ട് ഉണ്ടായേക്കാം. ദ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈ, ആ ഡിസ്റ്റൻറ്റ് മൗണ്ടെയ്ൻസ് വളരെ വലിയതാണ്. ആകാശം വരെ മുട്ടി നിൽക്കുന്ന ആ വലിയ മൗണ്ടെയ്ൻസ് വരെ അതുപോലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എത്തിപ്പിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ആർ ക്രോസ്ഡ് ബൈ പാത്വേസ് ദാറ്റ് അപ്പിയർ വി ടു ഹയർ ലെവൽസ് റൈസ്. നമ്മൾ ചിന്തിക്കും ആ വലിയ മൗണ്ടനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും, അത് അസാധ്യമെന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ പോയിറ്റ് നമുക്ക് പറഞ്ഞു തരികയാണ് ആ ഡിസ്റ്റൻറ്റ് മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ നമ്മൾ നോക്കിയാൽ അവിടെയും ആരുടെ കാൽപാദങ്ങളുണ്ട്, മനുഷ്യരുടെ കാൽപാദങ്ങളുണ്ട്. അവിടെയും മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചേരാൻ ആർക്ക് സാധിക്കും, മനുഷ്യർക്ക് സാധിക്കും. പക്ഷെ എന്ത് വേണം, ഹാർഡ് വർക്ക് നമുക്ക് വേണം. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള ഏത് വലിയ പിരമിഡിനെയും ഏത് വലിയ മൗണ്ടനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കീഴടക്കാൻ സാധിക്കും. ഹയർ ലെവൽസിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ലാസ്റ്റ് സ്റ്റാൻസ. The heights by great men reached and kept were not attained by sudden flight, but they while their companions slept were toiling upward in the night. ഈ സ്റ്റാൻസയിൽ പോയിട്ട് പറയാണ് the heights by great men reached and kept. നമ്മുടെ മുന്നിൽ ധാരാളം വലിയ വലിയ ആൾക്കാർ എക്സാമ്പിൾസ് ആയിട്ടുണ്ട്. എന്തിനുള്ള എക്സാമ്പിൾസ്, വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരായിട്ട് ഹയർ ലെവൽസിൽ എത്തിച്ചേർന്നവരായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ ധാരാളം ആൾക്കാർ ഉണ്ട്. വേർ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ്, അവരാരും പെട്ടെന്ന് ഉയർന്ന് കയറിയതല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നേട്ടങ്ങൾ കൈവരിച്ചവരല്ല. ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻ സ്ലെപ്റ്റ്, അവരൊക്കെ അവരുടെ കൂട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വേർ ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത്, അവരുടെ കമ്പാനിയൻസ് ഉറങ്ങുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുകയാണ്, രാത്രിയിൽ പോലും അധ്വാനിക്കുകയായിരുന്നു. ആ അധ്വാനത്തിൻ്റെ, ആ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് അവരെവിടെ എത്തിച്ചേർന്നത്, ഉയരങ്ങളിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഹാർഡ് വർക്കിലൂടെ, കൃത്യമായ നമ്മളുടെ കഠിന പരിശ്രമത്തിലൂടെ നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കും, ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ കൂടെയുള്ളവർ മടിയന്മാരായി അലസന്മാരായി കിടന്നുറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെ എത്തിച്ചേരാം, ഉയരങ്ങളിൽ എത്തിച്ചേരാം.